എന്ന് പറയുന്നതേ നാവ് കൊണ്ട് ഒരാൾ തസ്ബീഹ് പിടിച്ച് ഇങ്ങനെ നാവോട് ചൊല്ലുന്നുണ്ട്, അപ്പോൾ ദിക്റാവോ? ആവാം, ആവാതിരിക്കാം. തസ്ബീഹ് കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കാൻ ബീഡ്സ് ഇങ്ങനെ താഴെ ഇറങ്ങുന്നുണ്ടാവും, നാവ് ചലിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സെവിടെയോ ആയിരിക്കും. കൂലി കിട്ടുമോ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ആളല്ല. പക്ഷേ അത് ദിക്റാണോ എന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് സാന്നിധ്യമില്ലെങ്കിൽ അത് ദിക്റായി മാറുന്നില്ല. ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സാന്നിധ്യമാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ദിക്റിന് നാവ് കൊണ്ട് പറയുമ്പോഴല്ലേ? ദിക്ർ എന്ന് പറഞ്ഞാൽ ജറയാനുൽ ലിസാനി ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാവ് ചലിക്കുമ്പോഴാണ് നമ്മൾ ദിക്ർ ചൊല്ലുക എന്ന് പറയാം. ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നമ്മൾ ചൊല്ലുകയാണ്. അപ്പം അതെന്തിനാണ്? അതൊരു കൗതുകമുള്ള ഉത്തരമാണ് അതിന് ആലിമീങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓർക്കുക എന്നത് കൽബിലാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദിക്റിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. പക്ഷേ നാവ് കൊണ്ട് ചൊല്ലും